ഇന്നത്തെ കഥയിലെ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമല്ല. ആരോടെങ്കിലും സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം പറയണതാണ്. അപ്പോൾ 2023 ജൂൺ മാസം എനിക്കൊരു കോൾ വന്നത് ഒരു സ്ഥാപനത്തിൽ, കുറച്ച് കുട്ടികൾ പഠിക്കുന്നൊരു സ്ഥാപനത്തിൽ ഒരു വാട്ടർ പ്യൂരിഫയർ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴൊക്കെ ഒരു സർവീസൊക്കെ കൊണ്ടുതരുന്ന ഒരു ബ്രോക്കറാണ്. അപ്പോൾ ആളുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ എനിക്ക് മാർക്കറ്റ് റേറ്റിന്, അതായത് ഏകദേശം ഇത്ര രൂപ ഒരു സർവീസ് കോസ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ മെഷീൻ്റെ കോസ്റ്റും പ്ലസ് ഒരു ചെറിയൊരു പ്രോഫിറ്റും ഇൻസ്റ്റലേഷൻ ചാർജുമായിട്ട് ഒരു എമൗണ്ട് വേണം. അതിൻ്റെ മേലെ എത്ര നിനക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നു നീ സെയിൽ ചെയ്തോ, അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് വെച്ചാൽ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു എഗ്രിമെൻറ്റിൽ, ആ ഒരു സംഭവത്തിൽ നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്തു. ബില്ല് അതുപോലെ വാറണ്ടി കാർഡൊക്കെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ തന്നെ കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞു പോയി. ഏകദേശം അടുത്ത വർഷം, അതായത് 2024 ജൂണിൽ അവിടെ നിന്ന് കോൾ വന്നു, സർവീസ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ സർവീസ് ചെയ്തു. അങ്ങനെ അത് സെറ്റിൽ ചെയ്ത് വന്നു. പിന്നെ 2025 ഈ കഴിഞ്ഞ ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ ഞാൻ അവരെ വിളിച്ച സമയത്ത് അവർ പറഞ്ഞു മേധാവി ട്രാൻസ്ഫറായി പോയി, അപ്പോൾ പുതിയ ആളാണ്, ജൂൺ മാസത്തെ ക്ലാസ് തുടങ്ങുള്ളൂ, ആ സമയത്ത് വിളിച്ചാൽ മതി, ആ സമയത്ത് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് കോളൊന്നും കണ്ടില്ല, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഫോളോ അപ്പ് ചെയ്തുമില്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസമായിട്ട് ഈ ബ്രോക്കർ, അതായത് ഈ പറയുന്ന ബ്രോക്കർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സർവീസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന പോലെയാണെന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോയി. അവിടെ പോയി നോക്കുമ്പോൾ സെയിം സ്ഥാപനം, സെയിം നമ്മൾ കൊടുത്ത അതേ മെഷീൻ. പക്ഷേ അതിൽ നോക്കുന്ന സമയത്ത് നമ്മൾ അന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റിക്കർ അവിടെ കാണാനില്ല. പകരം ഈ ബ്രോക്കറിൻ്റെ പേരിലുള്ള കുറേ സ്റ്റിക്കറുകൾ, തലങ്ങുമ്പോൾ അറഞ്ചും പുറഞ്ചും ബ്രോക്കറിൻ്റെ പേരിലുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ 2 മാസം മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ സാറുമായിട്ട് സംസാരിച്ചു, സാറിൻ്റെ പെർമിഷൻ മുഖേനയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊടുത്ത ക്ലയൻ്റ് അല്ലേ, അപ്പോൾ അതിൽ നീ പറയുന്നത് ചെയ്ത് പണി ശരിയാണോ ചോദിച്ചു. അപ്പോൾ ആൾ ഇതിനുള്ള മറുപടി പറഞ്ഞത് 2 വർഷം കഴിഞ്ഞു, ഈ ക്ലയൻറ്റിനെ കൊണ്ടുവന്നത് ഞാനല്ലേ, അപ്പോൾ ഇത് എൻ്റെ ക്ലയൻ്റാണെന്ന് പറഞ്ഞു. ഞാൻ ചെറിയൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ സഹിതം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ബ്രോക്കർ ഒരു വിവാഹ ആലോചന കൊണ്ടുവന്നു, നമ്മളത് ആ ഒരു കല്യാണം നടന്നു. ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ആ കുട്ടീൻ്റെ മേലെ കൊണ്ടുവന്നിട്ട് ഈ കല്യാണം നടത്തിയ ബ്രോക്കർ പച്ച കുത്തുകയാണ്. അയാളുടെ പേര് പച്ച കുത്തിയിട്ട് ഇത് എൻ്റെ കുട്ടിയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയുണ്ടാവും? കുട്ടിയുടെ പിതൃത്വം ആ വ്യക്തി ഏറ്റെടുക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? എന്തോ പോട്ടെ, അവൻ്റെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ അവൻ്റെ ദാരിദ്ര്യമോ കൊണ്ട് ചെയ്തായിരിക്കാമെന്ന് നമ്മൾക്ക് ക്ഷമിച്ച് ആ വഴിക്ക് വിടാം. അപ്പോൾ എന്നിട്ട് ഫിൽറ്റർ മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര രൂപയ്ക്ക് കൊട്ടേഷൻ എടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഈ ചങ്ങാതി പറയുകയാണ് ഏകദേശം ഒരു 6000 രൂപയ്ക്ക്. അതിൽ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ മാറ്റണം, പ്രീ ഫിൽറ്ററിൻ്റെ അഡീഷണൽ ബൗൾ സെറ്റ് ചെയ്യണം എന്തൊക്കെയോ പറഞ്ഞ് അവർ സ്ഥാപനത്തിന് പരമാവധി 6000 രൂപയ്ക്കാണ് കൊട്ടേഷൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ശരി മാറ്റാമെന്ന് തന്നെ വെച്ചു. പാർട്സുകൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് കിടക്കുന്ന പാർട്സുകളുടെ 7 അയലത്ത് പോലും ഉണ്ടാവില്ല, ഒരു പക്കൽ പാർട്സുകൾ. അപ്പോൾ ഈ നാറിയ പണി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. അവസാനം ശരി, അവരുടെ ക്ലയൻറ്റിൻ്റെ മുമ്പിൽ വെച്ച് നമ്മൾ തർക്കിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാക്കുന്നത് ഒരു ന്യായമായിട്ടുള്ളൊരു പണിയല്ലാത്തത് കൊണ്ടും നമ്മുടെ സ്റ്റാൻഡേർഡിന് യോജിക്കാത്തത് കൊണ്ടും ഞാൻ പരിപാടി അവിടെ നിന്ന് തൽക്കാലം ഒരു സ്പൺ ഫിൽറ്റർ മാത്രം മാറ്റിയിട്ട് കൊടുത്ത് മെഷീൻ സർവീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, പ്രൊഡക്റ്റ് തന്ന സ്ഥാപനമായിട്ട് തന്നെ മാത്രം നിങ്ങൾ സർവീസിന് കോൺടാക്റ്റ് ചെയ്യുക. അല്ലാതെ ഇതുപോലെ ഇടയ്ക്ക് കയറി വരുന്ന വ്യാജന്മാരെ പ്രത്യേകം സൂക്ഷിക്കുക. അപ്പോൾ ഒരുപാട് വ്യാജന്മാർ ഇപ്പോൾ മാർക്കറ്റിൽ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഫീൽഡിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന് വല്ലപ്പോഴൊക്കെ ആ ക്ലയൻറ്റിനെ വിളിച്ചിട്ട് ഒരു ഫോളോ അപ്പ് ചെയ്യുക. ഇതുപോലുള്ള വ്യാജന്മാർ കയറി സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. സമാനമായ രീതിയിൽ ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന വ്യാജന്മാരെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി വ്യാജന്മാർക്ക് വേണമെങ്കിലും ഒന്ന് പൊങ്കാലിടാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്